ഹായ് ഗൈസ്, നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യുന്നത്. ഒച്ചത്തിൽ പറഞ്ഞാലേ ആൾക്കാർ കാണും എന്ന് വിചാരിച്ചാണ് ഇച്ചിരി സൗണ്ട് ഇട്ട് പറഞ്ഞത്. പക്ഷെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർക്ക് ഭയങ്കര ആഗ്രഹം ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്ന്. അപ്പം നമ്മളിന്ന് ഞങ്ങളുടെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പൂരടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടിക്ക് മുന്നേ ഉള്ള സന്തോഷമാണിത്. അപ്പോൾ എന്തായാലും ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ് പാടില്ല, കട്ട് ചെയ്യാൻ പാടില്ല എന്നൊരൊറ്റ ഒരു ഉദ്ദേശം, ആ ഒരു കണ്ടീഷൻ മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ കഥ എന്താണെന്ന് നോക്കാം. ചേട്ടൻ പറഞ്ഞു തുടങ്ങ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാണ്. അവിടെ കണ്ട് മുട്ടിയെടുത്തുനിന്ന് തുടങ്ങട്ടെ കാര്യങ്ങൾ അല്ലേ. നമ്മളാദ്യം പരിചയപ്പെടുത്തുന്നിടത്ത് നിന്ന് തുടങ്ങട്ടെ. അപ്പം സാർ പറഞ്ഞു, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടത്, ജീവനോടെ പരിചയപ്പെട്ടത്. ഒരു വർഷത്തോളം നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു വർഷം നല്ല സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ എല്ലാ കാര്യം അറിയില്ലായിരുന്നു, പകുതിയൊക്കെ അറിയാം. പക്ഷെ ചേട്ടൻ്റെ എല്ലാ കാര്യവും എനിക്ക് അറിയായിരുന്നു. എല്ലാ കാര്യം ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ എന്ത് കുരുത്തക്കേടുകൾ കാണിച്ചാലും അതെല്ലാം എനിക്കറിയാമായിരുന്നു. എല്ലാ കുരുത്തക്കേടുകളും അറിയാവുന്ന ഒരേ ഒരാൾ ഞാനായിരുന്നു. പിന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞാൻ സുഹൃത്താണെന്ന് ഒരാളോടും പറയാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു. ഒരാളും ഞാനുമായിട്ട് സൗഹൃദത്തിൽ അതെന്താ ഒരാളോട് പറഞ്ഞതിനെ വെച്ചടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെന്താന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരാളോടും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഒരാളോടും പറയരുത്. നല്ല ഇടി കിടന്നായിരുന്നു ഒരാൾ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഒരു വർഷത്തിന് ശേഷമാണ് ചേട്ടൻ എല്ലാവരും എന്താണ് ചേട്ടൻ ചോദിച്ചത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രപ്പോസൽ ചെയ്തത് ഞാനാണ് പ്രപ്പോസ് ചെയ്യുന്നത്. എല്ലാവർക്കും സംശയം ആരാണ് പ്രപ്പോസ്. ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷനായിരുന്നു ഭയങ്കര രസം. അപ്പം പുള്ളി എന്തോ ഒരു യാത്രയിലും കണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്താണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരു ട്രെയിൻ യാത്രയിലായിരുന്നു. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാം, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം, ഇങ്ങനെ പോവാണോ, ഓക്കെ, പിന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നാൽ എന്താ കുഴപ്പം, അല്ല ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ. പറഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ നടക്കാനാണ് എനിക്കിഷ്ടം. എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, അത് വേറെ കഥ. കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് അറിയില്ല. അത് കാരണം എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ചിലപ്പോൾ എല്ലാവരും കള്ളായിരിക്കും. പക്ഷെ എനിക്ക് ഈ കുക്കിംഗ് അറിയാത്ത കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും കാര്യത്തിലൊരു പേടി ഉണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ നമ്മള്, അതായിരുന്നു പേടിയായിരുന്നു. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മളോട് ചോദിക്കും, കാര്യം പെണ്ണുകാലൊക്കെ അതൊന്നും നമ്മൾക്ക് 100%. ഞാൻ ഇതിന്റെ ഇത് പറയാം. ഞാൻ അങ്ങനെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ചുമ്മാ പോയ എവിടുന്ന് തമാശ അറിയാതെ പോയെ എന്നാണ് ഫസ്റ്റ് കൊടുത്തത്. ചുമ്മാ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന സീരിയസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേ ഒരു ബീപ്പ് അടിക്കണം കേട്ടോ അവിടെ, എന്താണ് ഗോപിയുടെ നമ്പർ ഇഞ്ഞതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ പറഞ്ഞ അവിടെ ഒരു ബീപ്പ് അടിക്കണം. ഓക്കെ, നമ്പർ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വിളിച്ച് സംസാരിക്കാം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമില്ല സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നും അല്ലായിരുന്നു, ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് എൻ്റെ അപ്പം പിന്നീട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ്. ഞാൻ ചുമ്മാ തമാശ പറയുന്ന, ഇടയ്ക്ക് ഇങ്ങനെ തമാശകളൊക്കെ പറയുന്നുണ്ട്, തമാശ പറയുന്നതായിരുന്നു ആൾ വിചാരിച്ചത്. അപ്പം അങ്ങനെയാണ്. പിന്നെ സീരിയസ് ആണ് എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വേറെ കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വന്ന് ആലോചിച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു, വീട്ടിൽ വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അല്ല, അതിനു മുമ്പ് പറഞ്ഞു നീ ഒരു രക്തഹാരം ഇങ്ങോട്ടിടും, ഞാൻ
അതൊരു കോമഡിയാണ്. കല്യാണമായിട്ടൊന്നുമില്ല, കല്യാണ ചടങ്ങുകളൊന്നും താല്പര്യം. അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ പറ്റൂല, വീട്ടിൽ വന്ന് ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതിന് മുന്നേ ഇത് ചോപ്പിച്ചേട്ടനോട് പറഞ്ഞ ഒരാളുണ്ട്. ഇല്ല അതിനു മുമ്പ് പറഞ്ഞ ഒരാളുണ്ട്, അത് പറയാം. അതിനു മുമ്പ് ഞാൻ ടീച്ചറും ആദ്യമായിട്ട് കണ്ടുപിട്ട ഒരു സീനുണ്ട്. ഭയങ്കര സീനാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ടീച്ചറെ സ്ഥലമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കണ്ടുപിട്ടത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ ഒരു കൊല്ലത്തെ പരിചയത്തിന് ശേഷമൊക്കെ ഒരാളെ കാണും. നമ്മൾ സാധാരണ എന്താണ് ഒരു ഹായ് പറയാൻ പറ്റും, നമ്മൾ വരും. അപ്പം ഈ ഫോട്ടോ ഒക്കെ കണ്ട് നമുക്ക് അറിയാമല്ലോ ആളെ. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി സ്റ്റേഷൻ്റെ വെളിയിലൊക്കെ നിന്ന് ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം ആള് ഫോൺ എടുത്തിട്ട് ഞാൻ എന്താ എത്തി, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാം ഒരാൾ കിളി പോയ പോലെ നടന്നു വരുന്നു. സംഭവം എന്തെന്നറിയാം, നമ്മളിൽ സെലിബ്രിറ്റികളെയൊക്കെ സ്വീകരിക്കുകയും ചെയ്തതിൽ കയ്യിലൊരു ബൊക്ക, ഒരു ഫ്ലവറിൻ്റെ ഒരു വലിയ ബൊക്കയൊക്കെ പിടിച്ചോണ്ട് ഞാൻ, അതായത് ആദ്യമായിട്ട് കാണില്ല, അപ്പോൾ എന്തെങ്കിലും തന്നുകൊണ്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. ഞാനിങ്ങനെ ആലോചിച്ചാടാ ഇത് ശരിക്കും കിളി പോയതാണ്. അതാണ് ആദ്യത്തെ കാഴ്ച. എന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴവിടെ ഞാൻ ബൊക്കയൊക്കെ തന്നു. ഞാനിങ്ങനെ ആലോചിച്ചു ഇതൊക്കെ മേടിച്ചു, ചേട്ടാ എനിക്ക് വരാന്തായതാണോ വന്നാക്കി, എന്തായാലും എനിക്കല്ലായിരുന്നു വന്നാക്കുണ്ടായിരുന്നു ഭ്രാന്ത്. അതാണ് മറ്റേ ഇതിനകത്ത് ബാക്കപ്പ് എൻ്റെ ഒരു ഫോട്ടോ ചേട്ടൻ വരും. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി സന്തോഷത്തിൽ എൻ്റെ ഒരു ഫോട്ടോ വരച്ചു. അത് ലൈസൻസ് എടുത്തത് സന്തോഷം എന്ന് പറഞ്ഞ കാരണം ഉണ്ടായിരുന്നു. ലൈസൻസ് എടുക്കാതെ ചെയ്ത് ഓരോ തവണ പോകുമ്പോൾ നമുക്കറിയാം, കാരണം ഇത് പൊട്ടി പൊട്ടിയൊന്നുമില്ല. 3 തൊട്ടും പൊട്ടി ഇല്ല. എനിക്ക് ശരി പോകുമ്പോ വീട്ടിലാന്ന് ഞാൻ ആരോടും പറയാതെ എടുത്തു. അങ്ങനെ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അല്ല ശരി, ഇപ്പൊ എനിക്ക് കിട്ടി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോ ചേട്ടാ എനിക്കൊരു ഫോട്ടോ വരച്ചു. അപ്പൊ ഈ ഫോട്ടോ വരച്ചെന്ന് എന്നെ കുറേ സുഹൃത്തുക്കൾ ഇത് ചോദിച്ചത് ആരെ വരച്ചെന്നേ. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സിന്ധു. അവൾ വെച്ചേടി ഇതാരും നിൻ്റെ ഫോട്ടോ വരച്ചെന്നേ. അപ്പം ഇത് ഇങ്ങനെ ഒരാളാണ്, അന്നാണ് ആദ്യമായിട്ട് അവളോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളാണ് എന്നൊക്കെ പറയണം. അപ്പോൾ അവൾ ചോദിച്ചു ആ ശരി. അപ്പോൾ അവൾ ഇങ്ങനെ ഡീറ്റെയിൽ അവൾ കുത്തി അവളുടെ മാരേജ് കഴിഞ്ഞിട്ടോ. അപ്പോൾ അവൾ എന്നെ കല്യാണം കഴിക്കാനായിട്ട് അവൾ നടക്കുക. അവളിങ്ങനെ കുത്തി ചോദിക്കുക ആരാണ്, എന്താണ്, എവിടെയാണ്, എന്താണ് ജോലി എന്നൊക്കെ ഇങ്ങനെ ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മേടിച്ചു അവൾ. എന്നിട്ട് ഇവള് എന്ത് ചെയ്തു വെച്ചാൽ ഇവള് ആ ചേട്ടൻ ചോദിക്കണതിൻ്റെ 2 ദിവസം മുന്നെയാണ് ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്യണതിൻ്റെ 2 ദിവസം മുന്നേ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ABA കല്യാണം കഴിച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇങ്ങനെ. ഞാൻ അതുവരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം നമുക്കൊരു സുഹൃത്തിനെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരാ ഇത് പറഞ്ഞു, അവളങ്ങനെ വല്ലതും പറഞ്ഞു എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു ഇല്ല എൻ്റെ ഞങ്ങളെ ജമ്മി അങ്ങനൊന്നും ഇല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന്. ഇത് ടീച്ചറോട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു കാരണം സിന്ധു തന്നെയാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓർക്കത്തോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരാളെ. പിന്നെ എന്താണ് കുറേ സാഹചര്യ സമ്മർദ്ദങ്ങൾ ഞാൻ വിചാരിച്ച് എനിക്ക് അപ്പോൾ ഇത് കല്യാണം കഴിക്കണമെന്ന് തോന്നി. അത്ര ഒരു തോന്നലാണ് ഈ പ്രപ്പോസലിൻ്റെ ഒരു കാരണം. അപ്പോഴും ഞാൻ ചോദിച്ചോണ്ടിരിക്കുക നമ്പർ താ ഞാൻ വിളിക്കാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് സോൾവ് ചെയ്യാം. ചേട്ടൻ കല്യാണം കഴിക്കും, ഞാൻ വരാം. കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് ആരും അറിയാതെ. അപ്പൊ ചേട്ടൻ കല്യാണം കഴിക്കും, ഞാൻ വരാം, ഞാൻ ഒപ്പിടണോ, ഞാൻ വരാം, അമ്പലത്തിൽ കെട്ടിക്കണോ, ഞാൻ വരാം. അയ്യോ അങ്ങനെയൊക്കെ എന്തായാലും പിന്നീട് കല്യാണത്തിലേക്ക്. പിന്നെ ദുബായിലായിരുന്നു അന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞു ലവ് മാരേജ് അല്ല, ലവ് മാരേജ് ഒന്നുമല്ല. ഈ ഒരു ഒറ്റ ഒരു ഇതിൽ ചോദിച്ച് അപ്പം ആൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിൽ അന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊരു നേരായിട്ടുള്ള ഒരു കാര്യത്തിന് തരില്ല. അല്ലേ നമുക്ക് ആ വാക്കുകൾ ഇഷ്ടമല്ല, നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞു പ്രപ്പോസ് ചെയ്തതിന് പിറ്റേ ദിവസം ഉച്ചയപ്പോൾ അപ്പോൾ നമ്മളെ സമയം വ്യത്യാസമുണ്ടോ. പിറ്റേ ദിവസം എനിക്ക് ഈ പ്രപ്പോസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ ഏതോ ഒരു ഡയലോഗ് വരാം, ചുമ്മയാണല്ലേ അങ്ങനെ എപ്പം പറയാറുണ്ട്. അങ്ങനെ മെസ്സേജ് ആൾക്ക് അപ്പോഴൊന്നും ഒരു വിശ്വാസമല്ലായിരുന്നു. ഞാൻ അവിടെ വരുമ്പോഴും പോലും എന്നെ പറ്റിക്കല്ലേ വരുമല്ലോ. അപ്പോൾ അപ്പോൾ വീട്ടിൽ ചെന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് കൊട്ടാരക്കരയിൽ നേരെ ഒരു ബസ്സൊക്കെ പിടിച്ച് നേരെ എറണാകുളത്ത് വന്ന് ഒരു വീടൊക്കെ തപ്പി പിടിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ സകല ബന്ധുക്കളും അമ്മമാരും എല്ലാം കൂടെ നേരെ നിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിക്കൊടുത്ത് പിന്നെ അവരെ ക്വസ്റ്റ്യൻ ചോദിക്കല് അത് ഇത് ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങ് അവതരിപ്പിച്ചു.
ചെറിയ പേടി അല്ല, പേടിയല്ല, അവർക്ക് ഇത്ര ദൂരം അധികമായിരുന്നു. അവർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നം. പിന്നെ ടക്കേന്നങ്ങ് കാര്യങ്ങൾ നടന്നു. 3-4 ദിവസം ഇടയ്ക്ക് വെച്ച് എന്തായാലും കല്യാണം ഒരുപാടൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി പോകുമെന്നും ഉള്ളൊരു ധാരണയും. അങ്ങനെ ആൾക്കൊറ്റ കണ്ടീഷൻ അമ്പലത്തിൽ വെച്ച് കെട്ടണമെന്നായിരുന്നു. ഇപ്പം ആ ഒരു സമയത്ത് നമ്മൾ ചിലരൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര എത്തിയിസ്റ്റാണ്, അതുകൊണ്ട് ഇതാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം, എനിക്കതിൽ വിശ്വാസമൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഈ എത്തിസ്റ്റ് നമ്മൾ അങ്ങനെ നമ്മൾക്ക് ഇത് എനിക്കറിയില്ല, ഇത്രയും വലിയൊരു ഇങ്ങനത്തെ തലക്ക് പിടിച്ചിരിക്കുന്ന ആളാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല. ഒത്തിരി ഞാൻ നിർബന്ധിച്ചതിന് ശേഷമാണ് അമ്പലത്തിൽ വെച്ച് കെട്ടാന്ന് സമ്മതിച്ചത്. അപ്പം ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങളെ കല്യാണം നടന്ന അമ്പലത്തിൽ വെച്ചാണെന്ന്. അവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ നിർബന്ധപ്രകാരമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 പേര് ചേരുന്ന ഒരു കാര്യത്തിൽ ഒരാൾ മാത്രം അയാളുടെ ആ ഒരു തീരുമാനം മറ്റുള്ള ആളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരു ജനാധിപത്യ ബോധം ഉള്ളിലുണ്ടായതുകൊണ്ട് ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില തീരുമാനങ്ങളാണ്. ഇങ്ങനെയാണ് ഒരു കാര്യം. കാരണം അതും അവരുടെ കൂടെ ഇതാണ്. ഞാൻ മാത്രം ഇടപെടുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് മാത്രം തീരുമാനം എടുക്കാം. ഞാൻ അതിനകത്ത് ചെയ്യില്ല എന്ന്. ഇതിപ്പോൾ അവരുടെ കൂടെ 2 പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തീരുമാനത്തിന് വഴിമാറി കൊടുക്കുക എന്നൊരു സംഭവം. അതിനകത്ത് ഇപ്പോൾ എന്താണ് ഒരു മാല എടുത്ത് അങ്ങോട്ട് ഇടുന്നതിനകത്ത്. പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു താലി കെട്ടലോ അല്ലെങ്കിൽ ഒരു മാല അണിയലോ ഒന്നും അല്ല കല്യാണം. അത് മുന്നോട്ടുള്ള ജീവിതമാണ്. അത് ജീവിച്ച് കളിയാക്കിയവരെയും ഇതാക്കിയവരുടെയൊക്കെ ഫ്രണ്ടിലൂടെ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് കാണിക്കുന്നിടത്താണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതൊക്കെ തന്നെയാണ് സന്തോഷമായിട്ട്. കല്യാണം എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും, പിന്നെ ഇപ്പോൾ പേരെനിക്ക് പറയാൻ പറ്റില്ല, അവരുടെ ഒരു ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരുടെ പേരെനിക്ക് പറയാനുള്ള പെർമിഷനുള്ളൂ. എൻ്റെ കല്യാണത്തിന് ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കല്യാണം പെട്ടെന്നൊരു കല്യാണം നടക്കുമ്പോൾ ഒത്തിരി ഒരു ഇത് വേണമല്ലോ. വെറും 4 പെണ്ണ് കണ്ട് 4ാമത്തെ ദിവസമാണ് കല്യാണം നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഉള്ള കല്യാണം ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശരിക്കും ടീച്ചറുടെ സ്കൂളിലെ പിള്ളേരാണ് ശരിക്കും. പിള്ളേർക്ക് വേണ്ടിയാണ് കല്യാണമായിട്ട്. അതായത് അവർക്ക് അപ്പം ടീച്ചർ പറഞ്ഞതായിരുന്നു, അവര് എല്ലാവരും ഒന്നും കല്യാണങ്ങളൊന്നും കൂടിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. പക്ഷെ തീർത്തും എല്ലാവരെയും അങ്ങനെയുള്ള കല്യാണങ്ങളൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണാനും അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കല്യാണം അതൊരാഗ്രഹം പോലെ പറഞ്ഞു. അപ്പം എനിക്ക് സ്വാമിയുടെ നല്ല കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. പറഞ്ഞ് നമ്മളത് ഓക്കെ പറഞ്ഞ് ടീച്ചറുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാം സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു. അത് വലിയ സന്തോഷമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന്. എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ നിന്ന് വന്നവരും കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരും അവർക്കിടയിൽ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഭിന്നശേഷിയുള്ള കുട്ടികളെ ഇത്രയും ഒരു ഗ്രൂപ്പായിട്ട് അവർ കാണുന്നതും ചിലപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് വന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേരെയൊക്കെ കണ്ടിട്ട് അവർ ആദ്യമായിട്ടല്ലേ. നമ്മൾ ഇത് ഈ പ്രൊഫഷനിൽ തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. സംഭവ ബഹുലമായിരുന്നു. ഒരു ബോംബിട്ടവല്ല ഞാൻ കല്യാണം കഴിച്ചിരുന്നായിരുന്നു നാട്ടുകാരെ എല്ലാവരും. കാരണം ഞാൻ ആരെയും ക്ഷണിച്ചില്ല. ഇത്രയും ദൂരം അവിടുന്ന് ഇത്രയും പേരെയൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. പിന്നെ എല്ലാവരെയൊക്കെ അതുകൊണ്ട് ബന്ധുക്കൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ചെറിയ ചടങ്ങോടുകൂടി അങ്ങനെ നടന്നു. കൊച്ചുവരെ ചെറിയ നിസ്സാര ദൂരം അല്ലല്ലോ. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ചുരുക്കി പറഞ്ഞ നമ്മുടെ ഒരു ജീവിത കഥ എന്ന് തെളിയിക്കലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ല, ഞാൻ ഈ മനുഷ്യന്റെ കല്യാണം കടത്തി കൊടുക്കാൻ നടന്ന ആളാണ് ഞാൻ. അത് യാഥാർത്ഥ്യമാണ്. എന്താ ചേട്ടാ കല്യാണം കഴിക്കാതെ അല്ല നേരത്തെയൊക്കെ മെസ്സേജ് അയക്കുമ്പോ പറഞ്ഞ പുള്ളി തേപ്പൊക്കെ കിട്ടി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുമ്പോ സങ്കടത്തിലൊക്കെ ഇരിക്കും. ഞാൻ പറയും ചേട്ടാ പോട്ടെ ചേട്ടാ, എന്നെ ഇതൊരു പഴഞ്ചിലല്ലേ എന്നാ കമ്മലിട്ടവൾ പോയാല് കമ്മലിട്ടവള് പോയാ കടക്കിലിട്ടവളെന്ന് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ ചേട്ടാ, എവിടെ തേപ്പോ എന്ത് നടന്നാലും ഇല്ല ചേട്ടാ നമുക്ക് വേറെ നടത്താം. ഇതായിരുന്നു സംഭവിക്കേണ്ടത്, സംഭവിച്ചു പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പുതിയ കഥകളും ഇനിയും കഥയുണ്ട്. കഥ ഒരുപാട് ഇനിയും ബാക്കി കിടക്കാണ്. അടുത്ത കഥകളുമായിട്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ആരാ?
ആ ആദ്യമായിട്ട് അങ്ങനെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടീച്ചർ ആദ്യമായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേറെ കഥയാ. ആ കഥ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അതിനകത്ത് കോമഡി ഉണ്ട്. അപ്പൊ ശരി, ബൈ എല്ലാവർക്കും. ഹൈ പറഞ്ഞേ. താടിക്കാരൻ ടീച്ചർ. താടിക്കാരൻ ടീച്ചർ.